വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം ഫസ്റ്റ് സെമസ്റ്റർ ഫാർമസ്യൂട്ടിക്സ് എന്ന സബ്ജക്റ്റിലെ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ BP ആൻഡ് USP എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ബിഫാം ഫസ്റ്റ് സെമസ്റ്റർ 6th 7th സെമസ്റ്റർ ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടവരായി ജസ്റ്റ് പോയി ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആ സെയിം വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെതായ നോട്ട്സും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. BP ഫസ്റ്റ് നമ്മൾ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയാണ് നോക്കുന്നത്. BPയിലെ എഡിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എഡിഷൻ 1864 അതിന് മെയിൻലി രണ്ട് പാർട്സ് ആണുള്ളത്. പാർട്ട് 1 മെറ്റീരിയ മെഡിക്ക ആൻഡ് പാർട്ട് 2 പ്രിപ്പറേഷൻ ആൻഡ് കോമ്പൗണ്ട്സ്. സെക്കൻഡ് എഡിഷൻ 1867, ഫോർത്ത് എഡിഷൻ 1898, ഫിഫ്ത്ത് എഡിഷൻ 1914, എയ്ത്ത് എഡിഷൻ 1953. ഈ എയ്ത്ത് എഡിഷനിൽ ഡ്രഗ് ടൈറ്റിൽസും പ്രിപ്പറേഷൻസും ഒക്കെ ഇംഗ്ലീഷിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ലാറ്റിനിലല്ല. അതുപോലെ മോഡേൺ BP എഡിഷൻസിൻ്റെ കുറച്ച് ഡെവലപ്മെൻറ്റ്സും അതിൻ്റെ ജനറൽ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BP ഇപ്പോൾ ആനുവലി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. 2007 to 2009 എഡിഷൻസ് ഒക്കെ 6 വോളിയമായിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. BP 2007 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടുള്ള മോണോഗ്രാഫ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. BP 2008 അപ്രോക്സിമേറ്റ്ലി 3100 മോണോഗ്രാഫ്സ് ആണ് സബ്സ്റ്റൻസസിനും പ്രിപ്പറേഷൻസിനും ആർട്ടിക്കിൾസിനും ഒക്കെ ഉള്ളത്. അത് 1 ജാനുവരി 2008 മുതലാണ് എഫക്റ്റീവായി തുടങ്ങിയത്. വോളിയം വൈസ് കണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം 1 and 2 മെഡിക്കൽ സബ്സ്റ്റൻസസും വോളിയം 3 ഫോർമുലേറ്റഡ് പ്രിപ്പറേഷൻസും ബ്ലഡ് റിലേറ്റഡ് പ്രൊഡക്ട്സ്, ഇമ്മ്യൂണോളജിക്കൽ പ്രൊഡക്ട്സ്, റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്, സർജിക്കൽസ് ആൻഡ് ഹോമിയോപ്പതിക് പ്രിപ്പറേഷൻസ്. വോളിയം 4 സപ്ലിമെൻ്ററി ചാപ്റ്റേഴ്സ് ആൻഡ് IR സ്പെക്ട്ര, വോളിയം 5 വെറ്റിനറി മെഡിസിൻ, വോളിയം 6 CD-ROM വേർഷൻ. ഇത്രയാണ് നമ്മുടെ ഓരോ വോളിയം വൈസിലെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് BP 2010 ആണ്. അത് ദ സ്റ്റേഷനറി ഓഫീസ് അതായത് TSO ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ UK മെഡിസിനൽ പ്രൊഡക്ട്സ് അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസസിൻ്റെ ഒക്കെ ഒരു ഒഫീഷ്യൽ കളക്ഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ആണ് ഉള്ളത്. UK മെഡിസിനൽ പ്രൊഡക്ട്സിൻ്റെയും ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസസിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒഫീഷ്യൽ കളക്ഷനാണ് BP 2010 ഉള്ളത്. അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് TSO ആണ്. ആനുവലി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ സബ്സ്റ്റൻസസ് അതുപോലെ ഫോർമുലേറ്റഡ് പ്രിപ്പറേഷൻസ്, അതർ ആർട്ടിക്കിൾസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ പ്രാക്ടീസ്, ഇതിനെ പറ്റിയിട്ടുള്ള മോണോഗ്രാഫ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ UK ലീഗലി അത് എഫക്റ്റീവ് ആയത് 1 ജാനുവരി 2010 മുതലാണ്. ഇതിൻ്റെ ഗ്ലോബൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ BP എന്ന് പറയുന്നത് ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സിൻസ് 1864 മുതൽ ഒഫീഷ്യൽ സ്റ്റാൻഡേർഡ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് BP. അതുപോലെ തന്നെ 100 കൺട്രീസിൽ വേൾഡ് വൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഫാർമസ്യൂട്ടിക്കൽ റിസർച്ച് അതുപോലെ ഡെവലപ്മെൻറ്റ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ്റെ ഒക്കെ കേസിൽ ഒരു എസെൻഷ്യൽ റെഫറൻസ് ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് BP 2010. അടുത്തത് BP 2013 ആണ്. ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ 2013 എഡിഷനാണ്. അതിൽ വരുമ്പോൾ 2013 ഇറങ്ങിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ 6 വോളിയമായിട്ടാണ് അത് റിലീസായിരിക്കുന്നത്. അതുപോലെ ന്യൂ അഡീഷൻസ് ഇൻ BP 2013 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41 ന്യൂ BP മോണോഗ്രാഫ്സും 40 ന്യൂ യൂറോപ്യൻ ഫാർമക്കോപ്പിയ മോണോഗ്രാഫ്സും 619 അമെൻഡഡ് മോണോഗ്രാഫ്സും 6 ന്യൂ IR റെഫറൻസ് സ്പെക്ട്രൽ അമെൻഡഡ് IR സ്പെക്ട്രം. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് ഈ BP 2013 ആഡ് ചെയ്തിട്ടുണ്ട്. BP 2014 എന്ന് പറയുമ്പോൾ BP കമ്മീഷൻ സെക്രട്ടേറിയറ്റ് ഓഫ് മെഡിസിൻ ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് റെഗുലേറ്ററി ഏജൻസി ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. BP 2014 ഈ ഒരു ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയൽ സ്റ്റാൻഡേർഡ്സിൻ്റെ ഒക്കെ ഒഫീഷ്യൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ്സ് ഫോർ UK മെഡിസിനൽ സബ്സ്റ്റൻസസ് ആണ്. ഇതിൽ ഹ്യൂമൻ ആൻഡ് വെറ്റിനറി യൂസിനുള്ളത് രണ്ടും കവർ ചെയ്യുന്നുണ്ട്. ആനുവലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ മോണോഗ്രാഫ്സ് നിയർലി 3500 ആണ്. ലീഗലി വന്നത് എപ്പോഴാണ്, ലീഗലി എൻഫോഴ്സ്ഡ് ബൈ ഹ്യൂമൻ മെഡിസിൻ റെഗുലേഷൻസ് 2012. ഇതാണ് BP 2013 പറ്റി പറയാനുള്ളത്. ഇത് 6 വോളിയം ആയിരിക്കും. ഈ BP 2013 പുതിയ 41 BP മോണോഗ്രാഫ്സും 40 പുതിയ യൂറോപ്യൻ ഫാർമക്കോപ്പിയ മോണോഗ്രാഫ്സ്, 619 അമെൻഡഡ് മോണോഗ്രാഫ്സും 6 ന്യൂ IR റെഫറൻസ് സ്പെക്ട്രൽ അമെൻഡഡ് IR റെഫറൻസ് സ്പെക്ട്രം,
അതുപോലെ BP 2014 എന്ന് പറയുന്നത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ കമ്മീഷൻ, സെക്രട്ടേറിയറ്റ് ഓഫ് മെഡിസിൻസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് റെഗുലേറ്ററി ഏജൻസിയാണ്. പിന്നെ പറയുന്നത് ഇതിൽ ഹ്യൂമൻ ആൻഡ് വെറ്റിനറി യൂസ് രണ്ടും കവർ ചെയ്യുന്നുണ്ട്. ആനുവലി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിയർലി 3500 മോണോഗ്രാഫ്സ് ആണ് അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ലീഗലി അത് എൻഫോഴ്സ് ചെയ്യുന്നത് ഹ്യൂമൻ മെഡിസിൻ റെഗുലേഷൻസ് 2012 ആണ്. അടുത്തത് BP 2016 ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ 2016. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C6 ഫോളിയം പ്രിന്റഡ് എഡിഷൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ലീഗലി എഫക്റ്റീവ് ആയിരിക്കുന്നത് 1 ജാനുവരി 2016 മുതലാണ്. എൻഫോഴ്സ്ഡ് ബൈ സെയിം തന്നെയാണ് ഹ്യൂമൻ മെഡിസിൻ റെഗുലേഷൻസ് 2012. ഇതിലുള്ള കണ്ടന്റുകൾ എന്തൊക്കെയാണ്? ടോട്ടൽ മോണോഗ്രാഫ്സ് നിയർലി 4000 ഉണ്ട്. പുതിയ അഡീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37 ന്യൂ BP മോണോഗ്രാഫ്സും 142 amended മോണോഗ്രാഫ്സും 1 ന്യൂ അപ്പൻഡിക്സ്, അതായത് DNA ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹെർബ്സും. ഇതൊക്കെയാണ് മെയിൻലി അതിൽ ഉള്ളത്. അടുത്തത് BP 2017 ആണ്. ലീഗലി എഫക്റ്റീവ് ആയിരിക്കുന്നത് 1 ജാനുവരി 2017 മുതലാണ്. 6 വോളിയമാണ് മെയിൻലി ഉള്ളത്. ഇതിൽ 29 പുതിയ മോണോഗ്രാഫ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 234 അമെൻഡഡ് മോണോഗ്രാഫ്സും 4 പുതിയ ഫോർമുലേറ്റഡ് പ്രിപ്പറേഷൻ മോണോഗ്രാഫ്സും 2 ന്യൂ മോണോഗ്രാഫ് ഫോർ അൺലൈസൻസ്ഡ് ഫോർമുലേഷൻ, ലൈസൻസ് ഇല്ലാത്ത ഫോർമുലേഷൻസിന് 2 പുതിയ മോണോഗ്രാഫ്സും ആണ് ഇതിൽ മെയിൻലി എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലുള്ള ന്യൂ സപ്ലിമെൻ്ററി ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ DNA ബാർകോഡിംഗ് ഉണ്ട്. അസെപ്റ്റിക് പ്രിപ്പറേഷൻസ് ഓഫ് അൺലൈസൻസ്ഡ് മെഡിസിൻസ് ഇൻക്ലൂഡ് ഓൾ യൂറോപ്യൻ ഫാർമക്കോപ്പിയ മോണോഗ്രാഫ്സ് ഇൻ്റഗ്രേറ്റഡ്. അപ്പോൾ ഇത്രയാണ് BP 2017 ഇനി നമുക്ക് അടുത്തത് USP നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ USP. ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 15 ഡിസംബർ 1820 ലാറ്റിനിലും ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എവറി 10 ഇയേഴ്സ് ആണ് എന്ത് ചെയ്തത്, 1820 മുതൽ 1942 വരെ എവറി 10 ഇയേഴ്സ് കൂടുമ്പോഴാണ് ഇത് പബ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1942 മുതൽ 2000 വരെ എവറി 5 ഇയേഴ്സ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 2002 മുതൽ ആനുവലി ഇത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് നാഷണൽ ഫോർമുലറി USA ആണ്. അതിൽ ഫസ്റ്റ് എഡിഷൻ 1888 ഇമ്പോർട്ടൻറ്റ് എഡിഷൻസും ഫീച്ചേഴ്സും എന്ന് പറയുമ്പോൾ USP 21 NF 16, അതിൻ്റെ ഇയർ 1985 to 1988. അതിൽ 8 സപ്ലിമെൻറ്റ്സ് ഉണ്ട്. 1 ജാനുവരി 1985 ലാസ്റ്റ് നവംബർ 1988 ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അടുത്തത് USP 22 NF 17 1990 അത് 3rd റിവിഷനാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇലക്ട്രോണിക് വേർഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലോപ്പി ഡിസ്ക് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. USP 23 NF 18 1994 അതിൽ ഏഷ്യൻ എഡിഷൻ മുംബൈയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. USP 40 NF 35 2017 4 വോളിയം ആയിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2 സപ്ലിമെൻറ്റ്സ് എന്താണ് ഒഫീഷ്യൽ ആയിട്ടുണ്ട് ഓഗസ്റ്റ് 1 2017 മുതൽ. ഇനി ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് USP NF 2017 കീ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4900+ മോണോഗ്രാഫ്സ് ഉണ്ട് അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ 300+ ജനറൽ ചാപ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ASA അല്ലെങ്കിൽ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ആയിട്ട്. പിന്നെ പുതിയ ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഹസാർഡസ് ഡ്രഗ് ഹാൻഡ്ലിംഗ് ഇൻ ഹെൽത്ത് കെയർ സെറ്റിങ്സ് ആണ് അതിൽ പുതിയ ജനറൽ ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ട്രാ ഫാർമക്കോപ്പിയ. ഇപ്പോൾ മാർട്ടിൻഡേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡ്രഗ് റെഫറൻസ് ഇസ് ദ ഓൾട്ടർനേറ്റ് റെഫറൻസ് ബുക്ക് ഫോർ ഡ്രഗ് ആൻഡ് മെഡിസിൻസ്. ഒറിജിനലി ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാർട്ടിൻഡേൽ എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് റെഫറൻസ് ബുക്കാണ് മാർട്ടിൻഡേൽ. അത് ഒറിജിനലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വില്യം മാർട്ടിൻഡേലാണ് 1883. ഓക്കെ, ഇപ്പം അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. അതിൽ ഇപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടനിൽ യൂസ് ചെയ്യുന്ന എല്ലാ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസും അതിൽ കൊടുത്തിട്ടുണ്ട്. മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമസിസ്റ്റിനും ഫിസിഷ്യൻസിനും എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒഫീഷ്യൽ അൺഒഫീഷ്യൽ പ്രൊപ്രിയേറ്ററി പ്രിപ്പറേഷൻസ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ ജനറൽ സെക്ഷനിൽ അബൌട്ട് 1400 പേജസ് ഉണ്ടായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ലിസ്റ്റ് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ്, ഇംഗ്ലീഷ് ടൈറ്റിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മാർട്ടിൻഡേൽ 38th എഡിഷൻ ജൂൺ 2017. അപ്പോൾ ഈ മാർട്ടിൻഡേൽ 38th എഡിഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂൺ 2017. അതിന് 2 മെയിൻ പാർട്ടാണ് മെയിൻലി ഉള്ളത്, ഫോളോഡ് ബൈ 3 എക്സ്റ്റെൻസീവ് ഇൻഡെക്സസ്.
ഇപ്പോൾ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മോണോഗ്രാഫ് ഓൺ ഡ്രഗ് ആൻഡ് ആൻസിലറി സബ്സ്റ്റൻസസ്. അതിൽ 6000+ മോണോഗ്രാഫ്സ് ഉണ്ട്. അതുപോലെ 49 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിലും ഡിസീസ് ട്രീറ്റ്മെന്റ് റിവ്യൂ, നോമൻക്ലേച്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ആക്ഷൻ ഓഫ് സബ്സ്റ്റൻസസ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അടുത്തത് സപ്ലിമെന്ററി ഡ്രഗ് ആൻഡ് അതർ സബ്സ്റ്റൻസ്. ഫസ്റ്റ് വൺ മോണോഗ്രാഫ് ഓൺ ഡ്രഗ് ആൻഡ് ആൻസിലറി സബ്സ്റ്റൻസ്. രണ്ടാമത്തത് സപ്ലിമെന്ററി ഡ്രഗ്സ് ആൻഡ് അതർ സബ്സ്റ്റൻസസ്. അതിൽ 1190 മോണോഗ്രാഫ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഡ്രഗ്സ്, അൺക്ലാസിഫയബിൾ ഡ്രഗ്സ്, ഹെർബൽ ഡ്രഗ്സ്. ഇതിൽ എന്തൊക്കെയാണുള്ളത്? പുതിയ ഡ്രഗ്സ് ഉണ്ട്, അൺക്ലാസിഫയബിൾ ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ട്, ഹെർബൽ ഡ്രഗ്സ്, ഒബ്സൊലേറ്റ് ഡ്രഗ്സ് ഒക്കെയാണുള്ളത്. അതുപോലെ തന്നെ ഇതിലെ പ്രിപ്പറേഷൻസിൽ 1,80,000+ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 43 കൺട്രീസിൽ നിന്നാണ് ഈ ഒരു ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ വേരിയസ് ലാംഗ്വേജസിൽ ഫാർമസ്യൂട്ടിക്കൽ ടേംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 5600 ഫാർമസ്യൂട്ടിക്കൽ ടേംസും റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷനും ആണുള്ളത്. 13 മേജർ യൂറോപ്യൻ ലാംഗ്വേജസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാക്കേജിംഗ്, പ്രൊഡക്റ്റ് ഇൻഫോ, ഫോറിൻ പ്രിസ്ക്രിപ്ഷൻസിനൊക്കെ ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആണ്. ഈ മാർട്ടിൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് വൈഡ് ക്ലിനിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ഡ്രഗ്സും അതേപോലെ റിലേറ്റഡ് സബ്സ്റ്റൻസസിനൊക്കെ മെയിൻലി കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ പേഷ്യൻസിന് മെഡിക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരേ ഡ്രഗിൻ്റെ തന്നെ ഇക്വാലൻ്റ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. അതുപോലെ ഒറിജിനൽ ക്ലാസ് ഡ്രഗ് അവൈലബിൾ അല്ലെങ്കിൽ അത് ഏത് ഡ്രഗ് ക്ലാസ്സിലാണ് വരുന്നതെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഫാർമസിസ്റ്റിനും ഡോക്ടേഴ്സിനൊക്കെ ഇക്വാലൻ്റ് ഓൾട്ടർനേറ്റീവ്സിനെ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ, അതുപോലെ എക്സ്ട്രാ ഫാർമക്കോപ്പിയ, ഇങ്ങനെ നമ്മൾ 3 ഫാർമക്കോപ്പിയേഴ്സാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ബിഫാം മലയാളം വേറെ ക്ലാസ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലും ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നോട്ട്സ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.